നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ മണി ബ്ലോക്കേജ് മാറുന്നതിന് മണി അഫർമേഷൻസ് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അല്ലാണ്ട് കുറച്ച് ദിവസം ചെയ്തു ഒന്നും നടന്നില്ല എന്ന് ചിന്തിച്ച് നമ്മളതിനെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തോളുക. നമ്മളിലെ ആ ഒരു ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ മാറുന്നതും ഈ സംഭവം നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും ചെയ്തോളും. അതുപോലെ തന്നെ വരാഗി മന്ത്രങ്ങൾ, എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജിയോ നെഗറ്റിവിറ്റിയോ നെഗറ്റീവ് ചിന്തകളോ ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ എല്ലാം റിമൂവ് ചെയ്ത് നിങ്ങളെ വളരെയധികം ഹീലാക്കി തരുന്നതാണ് വരാഹി മന്ത്രം. അതും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. വളരെയധികം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് എന്തും നേരിടാൻ തയ്യാറാണ്. ഇനി വരുന്നത് വരട്ടെ, ഞാനിനി എന്തു പ്രശ്നങ്ങളെയും തരണം ചെയ്യുക. അതായത് നിങ്ങൾ ഒരുപാട് സഹിച്ചു മടുത്തവരായിരിക്കാം, വെയിറ്റ് ചെയ്ത് മടുത്ത വ്യക്തികളാവാം. നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തവരായിരിക്കാം, ഫൈറ്റിംഗ് ചെയ്ത വ്യക്തികളാവാം. നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്ട്രെങ്തായി കഴിഞ്ഞു. വരുന്നത് വരട്ടെ, ഞാൻ അതിനെ നേരിടും എന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു നല്ല ശക്തമായ ചിന്തയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഓക്കെ ആക്കി എടുത്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും ജീവിതവും ഉപേക്ഷിച്ചും സ്പെൻഡ് ചെയ്തുമൊക്കെ നിങ്ങളെ തന്നെ നിങ്ങൾ ഒന്നുമല്ലാതാക്കി തീർത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്ന്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു പൂർണ്ണമായൊരു മൈൻഡിലേക്ക് ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ നേരെ നിങ്ങൾ ഒരു പ്രശ്നം തീർക്കുമ്പോൾ നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം വരും, അത് തീർക്കുമ്പോൾ അടുത്ത, അങ്ങനെ ഒരുപാട് ഫൈറ്റിംഗ് എനർജിയോട് കൂടി നിന്ന നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് നല്ലൊരു സ്ട്രെങ്ത് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഫിനാൻഷ്യലായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ഇന്നും വരുന്നു എന്നാണ് കാണുന്നത്. ഒരു ട്രാവലിംഗ് അപ്രതീക്ഷിതമായിട്ടാവാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ പങ്കെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു മാറ്റം, ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നു, നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലെത്തി എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇമോഷണലി ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു സ്വപ്നം കണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെയോ വ്യക്തിയെയോ ഒക്കെ നിങ്ങൾ മനസ്സിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു മെസ്സേജ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില മെസ്സേജുകളും നിങ്ങളെ തേടി വരുന്നു എന്ന് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, വളരെ സ്ട്രെങ്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഏത് സിറ്റുവേഷൻസിനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് മാനേജ് ചെയ്തു പോകാൻ പറ്റും. ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസിനെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെയൊക്കെ ഒരു മധ്യസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിനെയെല്ലാം വെറും സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു ചീറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ഇന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടതാണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു തെളിവ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ പൊയ്മുഖം,
പുറമേ കാണിക്കുന്നതല്ല ആ വ്യക്തി എന്നത് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷൻസ് ഇന്ന് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഫൈറ്റിങ്ങിൽ നിങ്ങൾ തന്നെ വിജയിക്കും എന്നാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇന്നൊരു ഫൈറ്റിംഗ് ഉണ്ടായാൽ അതിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ന് പ്രവർത്തിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളോട് ചീറ്റിംഗ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഒരുപാട് കാലമൊന്നും ഒരു വ്യക്തിയെയും ആർക്കും വഞ്ചിക്കാൻ പറ്റില്ല. കാലം അത് പുറത്തു കൊണ്ടുവരും. അതുപോലെ 4 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഉപേക്ഷിച്ച് ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്. ഇന്നൊരു കുറച്ച് ഏകാന്തതയൊക്കെ കുറേ വ്യക്തികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ്, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചീറ്റിങ്ങിൻ്റെ ആ ഒരു എനർജി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് ലഭിക്കുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടു. കാരണം നിങ്ങൾ അത്രത്തോളം സ്ട്രെങ്തോടുകൂടി അത്രത്തോളം ആഴത്തിൽ വിശ്വസിച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിന്ന് ചതി ലഭിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കുകയും നിങ്ങളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇതൊന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ, ഒന്നെങ്കിൽ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ചതി ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ ആരെങ്കിലും ഓർത്ത് ഒരുപാട് വേദനിച്ച് ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇനിയൊരു മാറ്റം, നിങ്ങൾ ഉപേക്ഷിച്ചൊരു പൂർണ്ണമായും വിട്ടുപോയ ഒരു വ്യക്തിയെ ഒന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു റിയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. പാസ്റ്റിലെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ട് കാണുന്നു. ഇമോഷണലി, അതായത് ഒരു ഇമോഷൻസിനെയാണ് നമുക്കവിടെ കിട്ടുന്നത്. നിങ്ങളെ തേടി പാസ്റ്റിൽ നിന്നും ഒരു പ്രണയം തിരിച്ചു വരുന്നു. നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ചെയ്തതാവാം, ഇല്ലെങ്കിൽ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാവാം കേട്ടോ. തീർച്ചയായിട്ടും ഇന്നൊരു സക്സസ്, ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നു. ഒരു വിജയത്തിൻ്റെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക്. പാസ്റ്റിൽ നിന്നും ഒന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജോബോ കാര്യങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായിട്ട് ഒരു ചേഞ്ചിങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നു. പാസ്റ്റിൽ ഒരു ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷ, സ്കോപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെട്ടെന്നൊരു യാത്രയെ കാണിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ ഒരു എയർ ട്രാവലാണ് കേട്ടോ. ഒരു വിദേശയാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നൊരു സ്കോപ്പാണ്, നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു അബണ്ടൻസും സമൃദ്ധിയും ഒരു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം വരെ ലഭിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ദിവസത്തെയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ്, നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് കുറേ കാലമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ സ്റ്റക്കായിട്ടും കോൺസെൻട്രേഷനുമായിട്ട് നിന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു. ദ പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. പുതിയ തുടക്കം ഉണ്ടാകുകയാണ്. ഫിനാൻഷ്യലായ കാര്യത്തിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു. നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്കിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. ഏതൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾക്കിന്ന് വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് അത് നല്ല ശക്തമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും. ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നു. നിങ്ങൾ ഇത്രയും നാളും ഏത് സിറ്റുവേഷൻസിലാണോ നിന്ന് ആ സിറ്റുവേഷൻസിൽ നിന്ന് ഇന്നു മുതൽ ഇമോഷണലി നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് കിട്ടാൻ പോകുന്നതായിട്ടും പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ തകർച്ചയിലെത്തിയെന്നും നിങ്ങളൊന്നുമല്ല എന്നും നിങ്ങൾ വട്ടപൂജ്യം എന്ന് ചിന്തിച്ച വ്യക്തികളിൽ നിന്നും നിങ്ങൾ വേറൊരു സിറ്റുവേഷൻസിലേക്ക്, ഒരു സഡൻ ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയൊരു വ്യക്തിയായി തീരുന്നു. പുതിയൊരു സൃഷ്ടി നിങ്ങളിലേക്ക് ഇന്ന് നടത്തുന്നു യൂണിവേഴ്സ് എന്നാണ് കാണുന്നത്. 6 ഓഫ് വാൻഡ്സ് ആണ്. സക്സസ് ആണ്. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മിത്രങ്ങളെല്ലാം നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കേണ്ട വന്നിട്ടുണ്ടാവാം. നിങ്ങളുടേതായ ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനൊന്നും സാധിക്കാതെ മറ്റൊരു വ്യക്തിയുടെ, ഒന്നെങ്കിൽ മദർ അതല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിങ് പവറിലാണ് നിങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ നല്ലൊരു ആക്ഷൻ എടുക്കാനും
എല്ലാത്തിനും ഒരു സക്സസ് വരുന്നു. പക്ഷേ നിങ്ങളുടെ സക്സസ്സിൽ ആരും സന്തോഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലൊരു സൺറൈസിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഉയർച്ചയിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ മാർഗവും നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ്. ഇന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ദിവസമാണ്, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്, സക്സസിൻ്റെ ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കരിയർ പരമായിട്ടും ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഒന്നിന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആരുടെയെങ്കിലും കൺട്രോളിങ്ങിലോ മറ്റുള്ളവരുടെ കീഴിലോ ഒക്കെ നിങ്ങൾ നിൽക്കേണ്ടി വന്നെങ്കിൽ, നിങ്ങളുടെ വാക്കിന് വിലയില്ലാതെ നിങ്ങളുടെ ആ ഒരു കഴിവിന് പ്രാധാന്യം നൽകാതെ ഇരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റത്തെയാണ് കാണുന്നത്, സക്സസ്സിനെയാണ് കാണുന്നത്. ഇനി മുന്നോട്ടേക്ക് ആ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു വിജയത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ഹെർമിറ്റാണ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് വ്യക്തികൾ വളരെയധികം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, എന്തൊക്കെയോ പാസ്റ്റിലെ കാര്യങ്ങളെ ഇപ്പോഴും ഹീല് ചെയ്യാൻ പറ്റാതെ വ്യസനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു തുടക്കം വേണമെന്ന് ആഗ്രഹിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഒരു വിവാഹമൊക്കെ നടക്കാതെ ഏജ്ഡായ വ്യക്തികളാണെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എത്തുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. പാസ്റ്റിൽ പറ്റിപ്പോയ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വ്യസനിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാറ്റം, മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഇടപെടാനും നമ്മൾ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി തിരിക്കാനും എല്ലാവരോടും ഒത്തൊന്ന് മിങ്കിൾ ചെയ്യാനൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്നതായിട്ട് കാണാം. ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ഹീലിംഗ് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ. അഥവാ ചിലപ്പോൾ ആരെങ്കിലുമായിട്ടൊരു കണക്ഷൻസ് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാവാം. എന്താണെങ്കിലും ഒരു ഹീലിംഗ് മൈൻഡ് വരുന്നുണ്ട്. കിങ് ഓഫ് വാൺസ് ആണ്, ഒരു രാജാവിൻ്റെ ഒരു സ്ഥാനം. അതായത് കുറച്ച് കൺട്രോളിങ് പവർ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമോഷൻസിനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടിനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കരിയറിലൊക്കെ സക്സസ് നേടിയെങ്കിലും മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു ടെൻഷനും പരാജയമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തുവെങ്കിൽ ഇന്നത് പൂർണ്ണതയിലെത്തുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡുള്ള ദിവസമാണ് കേട്ടോ ഇന്നൊരു ശക്തമായൊരു സ്ട്രെങ്ത് ഉള്ള തീരുമാനങ്ങൾ ഭയമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഒരു കൺട്രോളിങ് പവർ ഇന്ന് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, ഒരു വിൽ പവർ ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു ശക്തമായ ഒരു വ്യക്തിയാവാൻ, ഒരു പവർഫുള്ളായ ഒരു വ്യക്തിയുടെ, അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ സംസാരിക്കേണ്ട വന്നാലും സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അനുസരിപ്പിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്യൂൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ശക്തമാണ്, ഇന്ന് ശക്തിയുടെ ദിവസമാണ് കേട്ടോ. എല്ലാ കാർഡ്സുകളിലും ഇന്നൊരു വിജയത്തിൻ്റെയും സക്സസിൻ്റെയും ദിവസമാണ് യൂണിവേഴ്സ് എന്തായാലും നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇമോഷനെ മാറ്റി വെച്ചിരിക്കുന്നത്, അതായത് ഇമോഷന് വലിയ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ഫിസിക്കലി ചിന്തിക്കുന്നു ചില കാര്യങ്ങളിൽ. എനിക്ക് തോന്നുന്നു ഇമോഷണലി നിങ്ങൾക്ക് എന്തോ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു ബന്ധത്തിൽ ഒരു ഫെയിലിയർ, ഒരു നഷ്ടം, പൂർണ്ണമായും ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് നിങ്ങൾ ഒരുപാട് റിഗ്രഷൻ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട്. എല്ലാ സിറ്റുവേഷൻസിനെയും, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു നിരാശ, മരണതുല്യമായ അല്ലെങ്കിൽ ഒരു വളരെ താഴ്ന്ന തലത്തിൽ ഒരു നിരാശയിൽ പെട്ട് നിന്നുവെങ്കിൽ നിങ്ങൾ ക്യൂൻ ഓഫ് വാൺസ് ആവുകയാണ്. നിങ്ങൾക്ക് വളരെ ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കിനി ഒരു ഭയമില്ല, എന്ത് തീരുമാനമെടുക്കാനും എങ്ങനെ കൈകാര്യം ചെയ്യാനും ഒരു ഭയമില്ലാത്ത വിധം ഉറച്ച തീരുമാനങ്ങൾക്ക്, അതായത് ഒരു ഇമോഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, ഇമോഷണൽ അതായത് ഇമോഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ദയ, കരുണ, സ്നേഹം, അതുപോലെ തന്നെ കരയ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഫീലിങ്സ്, വികാരങ്ങൾ വരുന്നത് ഇമോഷൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ്. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്ത് കളഞ്ഞ പോലെയാണ്. ഇമോഷൻ എന്ന് പറഞ്ഞ ഒന്നിനെ എടുത്ത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പവർഫുള്ളായൊരു വ്യക്തി, അതായത് ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ പാകത്തിന് നിങ്ങൾക്കിന്നൊരു ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ എന്തോ ഒരു 2 സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്.
ഫിനാൻസിലോ എന്തായാലും ഒരു 2 സിറ്റുവേഷൻസ്, ഒന്ന് കാർമിക് സിറ്റുവേഷൻസ്, ഒന്ന് വേദനാജനകമായൊരു സിറ്റുവേഷൻസും ഒന്ന് ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വന്ന് നിൽക്കുന്നു. ദ കിങ് ഓഫ് ദി സോഴ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. സ്ട്രെങ്ത് ആകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു ശക്തി പകരുക, ഉറച്ച തീരുമാനമെടുക്കുമെന്നാണ് യൂണിവേഴ്സ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ക്രിസ്റ്റാണ്. ഓപ്പൺ ദി ഡോർ ടു ദി കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർഗ്ഗലോകത്തിൻ്റെ വാതിലുകൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും കുറച്ചും കൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങൾ അങ്ങനെ തകർന്ന് നിൽക്കേണ്ട വ്യക്തികളല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട വ്യക്തികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ക്രിസ്റ്റിനെ പോലെ തന്നെ നിങ്ങളും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിളായ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ എന്തൊക്കെയോ ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലെസ്സിങ്സ് ആണ്. ആ ബ്ലെസ്സിങ്സിനെ കാണുക. അതായത് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ്, സമൃദ്ധിയാണ് കാണിക്കുന്നത്. ഏത് സിറ്റുവേഷൻസിലും ഏത് സാഹചര്യത്തിലും പോസിറ്റീവായ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവാൻ പറ്റുന്നു. നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് വളരെ പോസിറ്റീവായ ഒരു സോൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി തീർന്നിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. അതുപോലെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.